പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറച്ചധികം പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ MA ബേബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ഈ CPM ഈ സഖാവ് പിണറായി വിജയൻ വീട്ടിൽ നടത്തുന്ന റെയ്ഡിനെ തള്ളിക്കളയുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കാനുള്ള വഴിയാണെന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഇത് UDF ഗവൺമെന്റിന്റെ അനുവാദത്തോടു കൂടിയാണ് റെയ്ഡ് നടക്കുന്നതെന്നും MA ബേബി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പിണറായി വിജയന്റെ പിണറായിലെ വസതിക്ക് മുന്നിലുള്ള പ്രതിഷേധമാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പിണറായിലെ വസതിക്ക് മുന്നിൽ പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിലേക്ക് പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ശ്രമം നടത്തുമെന്നാണ് വിവരം. എന്തായാലും നിയമപരമായി അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തമുള്ള ED പിണറായി വിജയന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നത് പാർട്ടി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധവുമായി തിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഈ പിണറായിലെ വസതിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജീഷ് ജയകുമാർ തത്സമയം ചേർന്നു. അജീഷ്, യഥാർത്ഥത്തിൽ വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണല്ലോ അവിടെ വിളിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. എന്തായാലും പ്രവർത്തകർ വലിയ രീതിയിൽ പ്രകോപിതരാണ്. പിണറായിയുടെ വീടിന് മുന്നിൽ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ എത്തി ED റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകർ ഒരു സമയം ഇതിനകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ പോലീസ് ബന്ദോബസ്ത് ഒരുക്കി പ്രവർത്തകരെ ഇങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പോൾ വീടിന് മുന്നിൽ അവർ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. EDയുടെ റെയ്ഡിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം പിണറായിലെ CPIM പ്രവർത്തകർ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണെന്ന മാധ്യമങ്ങളോടും അവരുടെ രോഷം അവർ പ്രകടിപ്പിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്ന പിണറായിയുടെ വീടിന് മുന്നിൽ CPM പ്രവർത്തകർ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അടക്കം, അതായത് വളരെയധികം രോഷാകുലരാണ് പിണറായിയിലെ CPM പ്രവർത്തകർ അറിയില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അവർ ഇപ്പോൾ ഇവിടെ നിന്ന് ഉയർത്തുന്നത്. ഒരുപാട് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഈ വിവരം അറിഞ്ഞ് വാർത്തയറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ജില്ലാ സെക്രട്ടറിയുടെ വാഹനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലാ സെക്രട്ടറിയും ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴുന്ന ഒരു പ്രകടനമായി പുറത്തേക്ക് പോകാനാണ് ഇപ്പോൾ CPM പ്രവർത്തകർ ആലോചിച്ചിരിക്കുന്നത്. ഈ ED റെയ്ഡിന് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ED റെയ്ഡ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ED റെയ്ഡ് ഇതുപോലെ പല റെയ്ഡും ഇനിയും പ്രതീക്ഷിക്കാം. ഈ ലാവ്ലിൻ കേസ് മുതൽ പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതിലൊന്നും കേരളവും അതുപോലെ തന്നെ CPM എന്ന P. ജയരാജനാണ് പിണറായിയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. P. ജയരാജൻ മുതിർന്ന നേതാവ്, കണ്ണൂരിലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ P. ജയരാജനാണ് പിണറായിയുടെ ഈ ED റെയ്ഡ് നടക്കുന്ന വസതിക്ക് മുന്നിൽ എത്തുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ഒരുപാട് പേർ പിണറായിയുടെ ഈ വസതിക്ക് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.